കൃത്യമായിട്ടുള്ള വിവരം തന്നെയാണ്. ഇവരെ ഇന്നലെ തന്നെ പോലീസ് പിടിച്ചെന്നാണ് അറിയുന്നത്. ഓക്കെ, അറിയുന്നതെന്നല്ല, സത്യസന്ധമായ കാര്യം തന്നെയാണ്. പോലീസ് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ജീവിക്കാൻ വരുന്ന നാട്ടിൽ വളരെ മാന്യമായിട്ട് ജീവിച്ചു പോവുക, ഇല്ലേ? ഒരു മതവിഭാഗത്തിനെ കളിയാക്കാൻ പാടില്ല, അല്ലെങ്കിൽ മോശപരമായ ഒരു കമന്റ് ഇടാനും പാടില്ല. പ്രത്യേകിച്ച് സൗദി അറേബ്യയിലൊക്കെ ജോലി ചെയ്തുകൊണ്ട് ഇസ്ലാമിനെതിരെയൊക്കെ ഇത്തരം കമന്റുകളൊക്കെ ഇടുമ്പോൾ, അല്ലെങ്കിൽ ഒരു 4 പിഞ്ചു മക്കൾ മരിച്ചപ്പോൾ എന്താ പറയുന്നത്? ഏതെങ്കിലും ഒരു മുസൽമാൻ ഇവനെതിരെ എന്തെങ്കിലും പറഞ്ഞു? സൗദി അറേബ്യയിലല്ലേ നീ ജീവിക്കുന്നത്? നിന്റെ കുടുംബം, നിന്റെ മക്കള്, നിന്റെ അമ്മ, അച്ഛൻ, നിന്റെ കുടുംബക്കാരെല്ലാവരും തിന്നുന്നത് അറബ് നാട്ടിലെ പൈസ അല്ലേ? ഇനി ആരാ നിന്നെ വന്ന് രക്ഷിക്കുക? ഏതെങ്കിലും ഒരു സാമൂഹിക പ്രവർത്തകൻ വരുമോ? ഒരു മനുഷ്യനും വരൂല. മനസ്സിലായില്ലേ? ഞങ്ങൾ പ്രവാസികളൊക്കെ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ കഴിയുന്നവരാണ്. മനസ്സിലായില്ലേ? അവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്നുണ്ട് കിടന്നുറങ്ങി കഴിയുന്നവരാണ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഈ കഴിഞ്ഞ ദിവസമാണ് ദുബായിൽ ലിബ ഫെസ്റ്റിവൽ കഴിഞ്ഞ് മടങ്ങവേ നമ്മുടെ മലയാളിയായ കുടുംബം സഞ്ചരിച്ച കാർ ഡിവൈഡറിൽ തട്ടി മറിഞ്ഞ ഒരു കുടുംബത്തിലെ 4 പിഞ്ചു കുഞ്ഞുങ്ങൾ മരണമടഞ്ഞ സംഭവം. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കേട്ടു കാണും. തിരൂർ അബ്ദുൽ ലത്തീഫ്, അതുപോലെ തന്നെ റുക്സാന എന്നിവരുടെ മക്കളാണ് മരണമടഞ്ഞത്. അതുപോലെ തന്നെ ആ കുടുംബത്തിൽ ജോലി ചെയ്തിരുന്ന ബുഷറ എന്ന് പറയുന്ന സ്ത്രീയും ആ സംഭവ സ്ഥലത്ത് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ മരണപ്പെടുകയുണ്ടായി. അവരുടെ നിര്യാണത്തിൽ എല്ലാവരും അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്ന ഈ സമയത്ത് ഒരു ക്രിസംഗിയായ ബെന്നി ജോസഫ് എന്ന് പറയുന്ന വൃത്തികെട്ട കേരളത്തിൽ ജനിച്ച ഒരു മൃഗം തീർച്ചയായും എഴുതിയ ഒരു കമൻറ്റ് തീർച്ചയായിട്ടും സമൂഹ മാധ്യമം വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ആ കമൻറ്റ് തീർച്ചയായിട്ടും ഞാൻ സൈഡിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ ഒന്ന് അത് വായിക്കുകയും ചെയ്യാം. അദ്ദേഹം പറഞ്ഞ കമൻറ്റ് പ്രകാരമാണ്: പന്നി പെറ്റുണ്ടാക്കുന്ന പോലെ കുറേ എണ്ണം, ചത്തൊടുങ്ങിയാൽ എന്താ, ഇനിയും ഉണ്ടാക്കാമല്ലോ എന്നുള്ള വൃത്തിഹീനമായ രീതിയിലുള്ള ഒരു കമൻ്റാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചത്. വളരെ സങ്കടം തോന്നി. കാരണം ഒരിക്കലും ഇവനെ പെറ്റ അമ്മയോട് എനിക്കൊന്നും പറയാനില്ല. കാരണം ആ അമ്മ ഇന്ന് ഖേദിക്കുന്നുണ്ടാവും, ഇത്തരത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ എൻ്റെ വയറ്റിൽ പിറന്നു പോയല്ലോ എന്ന് വിചാരിച്ചിട്ട്. ആ കുടുംബക്കാരെ ഞാൻ ഒരിക്കലും കുറ്റം പറയുകയില്ല. കാരണം ഇവനെപ്പൊട്ട വൃത്തികെട്ട ആൾക്കാർ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് ഒരു ഭാരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വൃത്തികെട്ടവൻ ഏതായാലും നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു വാർത്ത കൂടി പറയാനുണ്ട്. കാരണം ഈ വൃത്തികെട്ടവൻ വർക്ക് ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ്. അവിടുത്തെ നിയമത്തിന് എതിരായിക്കൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനം എന്നതുകൊണ്ട് തന്നെ ഒരുപാട് പരാതികൾ സോഷ്യൽ മീഡിയ മുഖാന്തിരവും അതുപോലെ തന്നെ നേരിട്ടും ഇവിടുത്തെ ഗവൺമെൻറ്റിന് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്ത ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇനി ഇവിടെ കുതിർന്ന് അയ്യണ്ണി കളിക്കാം എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഇത്തരം വൃത്തികെട്ട ഒരു മനോരോഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. നമ്മുടെ അയൽപ്പക്കത്തൊക്കെ എന്തെങ്കിലും ഒരു മരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരാണ്, മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്ന് ആലോചിച്ചിട്ടല്ല നമ്മൾ ആ വീട്ടിൽ പോകുന്നതും അതുപോലെ തന്നെ അവരെ സമാധാനിപ്പിക്കുന്നതും അവരുടെ സങ്കടത്തിൽ നമ്മൾ പങ്കുചേരുന്നതും. ഇവനെപ്പോലുള്ള വൃത്തികെട്ട ആൾക്കാരുടെ ഒരു മനസ്സ് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഒരു കുടുംബത്തിൽ ഒരു മാതാപിതാക്കൾക്ക് ഹിന്ദുവാട്ടെ മുസ്ലിമാട്ടെ ക്രിസ്ത്യനാവട്ടെ 4 മക്കൾ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം സങ്കടം ആ അമ്മയ്ക്കും അതുപോലെ തന്നെ ആ അച്ഛനും ഉണ്ടാവുമെന്ന് തീർച്ചയായിട്ടും നമുക്കൊന്ന് ചിന്തിക്കുന്നതിനേക്കാട്ടിലും അപ്പുറത്താണ് അവരുടെ വേദന. ആ ഒരു വേദനയിൽ അവരെ സമാധാനിപ്പിക്കുന്നതിന് പകരം ഇവൻ എഴുതിവിട്ട കമൻറ്റ് എത്രമാത്രം ക്രൂരമായിട്ടാണ് അതിനെ കാണുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ്. തീർച്ചയായിട്ടും 1 കൊല്ലം 2 കൊല്ലമൊന്നുമല്ല, 100 കൊല്ലം ജയിലിൽ കിടന്നാലും അവൻ്റെ മനസ്സിലുള്ള ആയുക്ക് കയ്യിൽ കളയാൻ വേണ്ടി സാധിക്കുകയില്ല. അതുപോലെ തന്നെ മറ്റൊരു കേരളീയൻ ഇതിൻ്റെ താഴെ പോയി കമൻ്റ് ഇട്ടിരിക്കുന്നത് സനൽകുമാർ എന്ന് പറയുന്ന സംഖ്യയാണ്. ഈ കാലത്ത് 4ഉം 5ഉം എണ്ണത്തിന് ഉണ്ടാക്കാൻ പോയത് എന്തിനാ? അതുകൊണ്ടല്ലേ ആവശ്യത്തിനുള്ളത് മാത്രം തന്നിട്ട് ബാക്കിയുള്ളതിനെ മൊത്തത്തിൽ തിരിച്ചു എടുത്തത്. നിങ്ങൾ ഈ കമൻറ്റുകളെല്ലാം വായിക്കുന്ന സമയത്ത് അദ്ദേഹം കേരളീയനായതുകൊണ്ട് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നിയമത്തിൻ്റെ കണ്ണിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി സാധിക്കുമായിരിക്കാം. പക്ഷേ ആത്യന്തികമായിട്ട് ഏതായാലും ഈ ലോകം കഴിഞ്ഞാൽ മറ്റൊരു ലോകത്ത് വെച്ചെങ്കിലും, അല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മുന്നിൽ വെച്ച് തീർച്ചയായിട്ടും അദ്ദേഹത്തിനുള്ള ശിക്ഷ നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ കർമ്മ എന്ന് പറയുന്ന എന്തെങ്കിലും അവൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവന് കിട്ടുക തന്നെ ചെയ്യും. കാരണം ഈ കുട്ടികൾ തീർച്ചയായിട്ടും 4 അല്ല ഇനി 400 കുട്ടികൾ ഉണ്ടായാലും ഏതൊരമ്മക്കും തൻ്റെ കുഞ്ഞുങ്ങൾ പൊന്നു പോലെ നോക്കുവാനും അതുപോലെ തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എണ്ണത്തിൽ 1 കുറഞ്ഞാലും ഒരേ വേദനയാണെന്ന് മനസ്സിലാക്കാൻ അവന് സാധിക്കുകയില്ല. കാരണം അവൻ്റെ മനസ്സിലുള്ള വർഗീയത അതിനേക്കാൾ എത്രയോ മടങ്ങ് 10 മടങ്ങ് കൂടുതലാണ്. തീർച്ചയായിട്ടും അവനും വരും കാലങ്ങൾ അതിനുള്ള ശിക്ഷ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നേടുക തന്നെ ചെയ്യും. പിന്നെ ഈ ബെന്നി ജോസഫ് എന്ന് പറയുന്ന ആൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതൊന്നുമല്ല. നിങ്ങൾ വിചാരിക്കേണ്ട അപ്രതീക്ഷിതമായ ഒരു ലഹരിൻ്റെ പുറത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ചതിൻ്റെ പുറത്ത് അങ്ങനെ എഴുതിപ്പോയ ഒരു കമൻ്റാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇവൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എഴുതിയ മറ്റൊരു
പോസ്റ്റ്. ഒരു ടൂറ് പോയ കുട്ടികൾ ബസ് സൈഡാക്കിയതിന് ശേഷം മുസ്ലിം കുട്ടികൾ അവിടെ നിന്ന് നമസ്കാരം നിർവഹിക്കുന്നത് റോഡ് സൈഡിൽ നിന്നാണ്. അതിൻ്റെ താഴെ പോയി അയച്ചൊരു കമൻറ്റ് കൂടി ഞാനിവിടെ വായിക്കാം. അതുപോലെ തന്നെ സൈഡിൽ സ്ക്രീൻഷോട്ടായിട്ട് കൊടുക്കുകയും ചെയ്യാം. ഞാനാണ് അതിലെ ഒരു നാഷണൽ പെർമിറ്റ് ലോറിയുമായി വരുന്നതെങ്കിൽ എല്ലാത്തിനെയും കൊന്നേനെ തായോളി പന്നിക്കൂട്ടങ്ങൾ. ഇത്രയും വർഗീയപരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ കമൻറ്റുകളും എന്ന് നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഈ പൊലയാടി മകനെ തീർച്ചയായിട്ടും ആര് കണ്ടാലും കൈകാര്യം ചെയ്യുക തന്നെ വേണം. തീർച്ചയായിട്ടും അതിനെ നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇദ്ദേഹം സൗദി അറേബ്യയിലായതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടുത്തെ ജയിലിലേക്ക് പോയിരിക്കുകയാണ്. ഇനി ഏതായാലും ഒരു 10 വർഷത്തേക്ക് വെളിച്ചം കാണാനുള്ള യാതൊരു സാധ്യതയുമില്ല. എന്നാലും അത് കഴിഞ്ഞാലും അവനെ പോലത്തെ ആൾക്കാരെ നമ്മുടെ ഭൂമിയിൽ വെച്ചതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല. സ്വന്തം അമ്മയ്ക്കോ അച്ഛനോ ആ സമൂഹത്തിനോ ഇനി കേരള നാടിനോ ഇല്ല എന്ന് ഞാൻ നിങ്ങളെ വ്യസനപൂർവ്വം അറിയിക്കുകയാണ്. കാരണം ഇത്തരത്തിൽപ്പെട്ട വൃത്തികെട്ട ആൾക്കാർ എന്താണ് നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്നത്? നമ്മളെപ്പോലുള്ള പ്രവാസികൾ തീർച്ചയായിട്ടും ഒരമ്മ പെറ്റ മക്കളെ പോലെ ഒരു പാത്രത്തിൽ നിന്നുണ്ട്. തീർച്ചയായിട്ടും ഒരകത്ത് 5ഉം 10ഉം ആൾക്കാർ പല ജാതിയിൽപ്പെട്ട, പല വർണ്ണത്തിൽപ്പെട്ട, പല ഗോത്രത്തിൽപ്പെട്ട, പല രാജ്യത്തുപെട്ട ആൾക്കാർ ഒന്നിച്ച് കഴിയുന്ന ഈ ഒരു സമൂഹത്തിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും പ്രശ്നത്തിൽ നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ സമീപിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ പ്രവാസി സംഘടനകളാണ്. അവർക്ക് മാത്രമേ ഇവിടുത്തെ നിയമത്തിൽ ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും നമുക്ക് ചെയ്തു തരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവനെപ്പോലത്തെ ആൾക്കാർ കാരണം നമ്മളെപ്പോലുള്ള നല്ല ആൾക്കാർക്ക് ഇവരെ ചീത്തപ്പേരാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നിയമത്തിൻ്റെ കണ്ണിൽ ഏറ്റവും അധികം കിട്ടുന്ന ശിക്ഷ എന്താണോ അത് കിട്ടുക തന്നെ വേണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹവും. അതുപോലെ തന്നെ ഇത് തന്നെയായിരിക്കും കേരളത്തിൽ ഓരോ ജനങ്ങളും ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. തീർച്ചയായിട്ടും എന്തായാലും നിങ്ങളുടെ മനസ്സിലുള്ള കമൻറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തുക. ഇത് തന്നെയാണോ നിങ്ങളും ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവനെപ്പോലെ ഉള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നവരോട് എനിക്ക് ഒന്നും പറയാനില്ല. കാരണം നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ ആത്യന്തികമായിട്ട് നമ്മളെല്ലാം മനുഷ്യന്മാരാണ് എന്നെങ്കിലും നിങ്ങൾ ചിന്തിക്കണം. ഇതിലൊരു ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ യാതൊരു വേർപാടുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ നഷ്ടപ്പെടുന്ന സമയത്ത് മാത്രമേ ആ മാതാപിതാക്കളുടെ വിഷമം എന്താണ് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി ഇതിലും കൂടുതൽ വ്യക്തമായിക്കൊണ്ടൊരു ചാനൽ ഇതിനെ വളരെ വ്യക്തമായ രീതിയിൽ ഇതിനെ പരാമർശിച്ചുകൊണ്ടൊരു വീഡിയോ ഞാൻ കണ്ടു. അതിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ നിങ്ങൾക്കൊന്ന് കാണാം. അങ്ങനെ ഒരുത്തന്റെ പണിക്കുറ്റി തീർന്നു, അവൻ ലോക്കായി, അകത്തായി. വല്ല നാട്ടിലും ജോലി ചെയ്യാൻ പോകുന്ന നാറിക്കൊക്കെ മനുഷ്യനായി ജീവിച്ച് അവന്റെ കുടുംബങ്ങളും ഉത്തരവാദിത്തങ്ങളും നോക്കി ജീവിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഇത്ര നീചവും നികൃഷ്ടവുമായ രീതിയിൽ മനുഷ്യന്റെ വേദനകളെയും ദുഃഖങ്ങളെയും ഒക്കെ അപമാനിക്കാൻ മനസ്സ് വരുന്നവൻ യഥാർത്ഥത്തിൽ ഈ ഭൂമി ലോകത്തിന് ഒരു ഭാരമാണ്, അക്ഷരാർത്ഥത്തിൽ ഭാരമാണ്. ജോസഫ് ബെന്നി എന്ന് പറയുന്ന ഒരുത്തൻ ജോലി ചെയ്തത് സൗദിയിലാണ്. ഇവിടെ അവന് ഭയങ്കര രീതിയിലുള്ള സമ്പത്തോ സ്വത്തോ സൗകര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ ഈ കൂലിപ്പണിക്ക് പോകേണ്ട കാര്യമില്ല. നീ അങ്ങനെ ഒരു സ്ഥലത്ത് കൂലിപ്പണിക്ക് പോയാലും ഇവിടെ ജീവിച്ചാലും മിനിമം ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ഗുണങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ മിനിമം വേണ്ടതാണല്ലോ. എന്നാൽ അതിനപ്പുറത്ത് ഈ കുഞ്ഞുങ്ങൾ മരിച്ച സംഭവത്തിൽ ഏറ്റവും നീചവും നികൃഷ്ടവുമായ കമന്റിട്ട് തന്റെ ആ ഒരു നികൃഷ്ടഭാവത്തെ അറിയിച്ച് ആശ്വാസം കണ്ടെത്തുന്ന നാറിയെയാണ് പരാതികളുടെ അടിസ്ഥാനത്തിൽ സൗദി പോലീസ് പൊക്കിയത്. പൊക്കിയപ്പോഴല്ലേ രസം. ഇത് മാത്രമൊന്നുമല്ല, ഇവന് 8 ഐഡികളോടെ ഉണ്ടത്രേ. ഓരോ ഐഡികളിൽ നിന്നും വ്യത്യസ്തമായ സംഗതികൾ പോസ്റ്റ് ചെയ്ത് ഇവൻ ആഹ്ലാദിക്കുകയായിരുന്നു, ആസ്വദിക്കുകയായിരുന്നു. ഇക്കൂട്ടത്തിൽ ഖുർആൻ ക്ലോസറ്റിലിട്ട് വെള്ളമൊഴിക്കുന്ന വീഡിയോയുമുണ്ട്, ചിത്രവുമുണ്ട്. അങ്ങനെ അടക്കം നമ്മൾ സാധാരണ ചെറിയ സമ്മാനം കൊടുക്കാൻ ആളുകൾ ആഗ്രഹിക്കുമ്പോൾ വലിയ സമ്മാനം കൈപ്പറ്റുന്ന അവസ്ഥയിലാണ് അവനിപ്പോഴുള്ളത് എന്നാണ് വിവരം. ഏതായാലും UAE പോലെയോ മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെയോ എടുക്കുന്ന തീരുമാനം അമർത്തിയെടുക്കുന്ന സൗദി അറേബ്യ എല്ലാം അങ്ങ് ഫ്ളാഷാക്കി വിടാറ് പതിവുള്ളതല്ല. അതുകൊണ്ട് തന്നെ പരാതി കൊടുത്തവരും അതിന് ഫോളോ അപ്പ് ചെയ്തവരും അകത്താക്കിയവരും അടക്കമുള്ള ആളുകളുടെ സ്രോതസ്സിൽ നിന്നെല്ലാം വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും അതിനകത്തേക്ക് കൊണ്ടുപോയതിനു ശേഷം ഇനി അതിന്റെ ബാക്കി തുടർ നടപടികളൊക്കെ തീരുമാനിക്കുക അവന്റെ മുഴുവൻ നാഡീഞരമ്പുകളും പരിശോധിച്ച് ഇത്രയും നാൾ ഈ സാമൂഹ്യയിടങ്ങളിൽ ചെയ്തു കൂട്ടിയതെല്ലാം നോക്കിയിട്ട് ആ രാജ്യത്തിന്റെ നിയമമനുസരിച്ചുള്ള ശിക്ഷയായിരിക്കും വിധിക്കുക. ചിലപ്പോ 5-10 വർഷം അവിടെ ഇട്ട് ഒക്കുന്ന പണിയൊക്കെ ചെയ്തിട്ട് ഇനി സൗദി അറേബ്യ കാണാത്ത പോലെ തിരിച്ചു കയറ്റി അയച്ചേക്കാം. അങ്ങനെ അടക്കമുള്ള ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് അവർ തീരുമാനിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമായി കരുതുന്നവർ മാത്രമേ ഈ ഭൂമിയിൽ തുടർന്നും ജീവിക്കാവൂ. അതല്ല മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഉൽപ്പത്തികളാണ് ഉള്ളിൽ നിറയുന്നതെങ്കിൽ അതൊക്കെ എന്നെ അവസാനിപ്പിക്കേണ്ടതാണ്. എന്നിട്ടോ ഇതൊന്നുമല്ലാതെ വല്ല രാജ്യത്തും പോയി ജീവിച്ച ശേഷം ഏതെങ്കിലും ഒരാൾക്ക് കുറെ താങ്ങാനാവാത്ത ദുഃഖവും സങ്കടവും ഒക്കെ സംഭവിക്കുമ്പോൾ അവന്റെ ദുഃഖത്തിലും സങ്കടത്തിലും പങ്കെടുക്കുന്ന കുറെ പേർ, ഇനി അങ്ങനെയല്ലെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന മറ്റുള്ളവർ. പക്ഷേ യവനെപ്പോലുള്ളവർ ഇത് രണ്ടുമല്ല. അപ്പോഴും യവന്റെ ഉള്ളിലൊക്കെ നിറയുന്നത് ഈ പറഞ്ഞ ഏറ്റവും വികലവും ഏറ്റവും നികൃഷ്ടവുമായ ഭാവങ്ങളാണെന്നുള്ളതാണ്. അതിനവന് തക്കതായ ശിക്ഷ നൽകേണ്ടതുണ്ട്. ഏതായാലും സൗദി അറേബ്യയിലായത് അവന്റെ ഭാഗ്യമാണ്. അങ്ങനെ കരുതിയാൽ മതി. ഒരു ലോട്ടറി അടിച്ചു എന്ന് കൂട്ടിയാൽ മതി. ആ അടിയറ സുഖം
കുറച്ച് ഇതിൽ കൂടുതൽ എന്നെ വ്യക്തമാക്കി തരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. തീർച്ചയായിട്ടും നീ കണ്ടതിന് ശേഷം എന്താണോ നിങ്ങൾക്ക് പറയാനുള്ളത് അത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇവനെപ്പോലുള്ള സമൂഹദ്രോഹികളെ തീർച്ചയായിട്ടും നമ്മൾ ഒറ്റപ്പെടുത്തുകയും തീർച്ചയായിട്ടും തിരിഞ്ഞ് അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെ നിയമത്തിൻ്റെ മുന്നിൽ ഏൽപ്പിക്കുകയും തന്നെ വേണം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണോ അത് തന്നെ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.